വെൽക്കം ടു മറോനോ ഹൊറൈസൺ. ഇന്ന് നമ്മൾ 10th ഫോർത്ത് ചാപ്റ്റർ ആട്ടോ നോക്കുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് പഠിച്ചു, പെയർ ഓഫ് ഇക്വേഷൻസ് പഠിച്ചു, എല്ലാം പഠിച്ചിട്ടല്ലേ വന്നത്. അപ്പം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി 2 വരുന്ന ഇക്വേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഡിഗ്രി 2 വരിക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹയസ്റ്റ് പവർ ഇക്വേഷന്റെ 2 വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതൊന്ന് നോക്കാം. ദ ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്? ax² + bx + c = 0 വേർ a not equal to 0. ഇനി അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. 3 മെത്തേഡിലാണ് മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്താ? ഫാക്ടറൈസേഷൻ അല്ലേ? ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? അതായത് നമ്മുടെ എക്സ്പ്രഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതുന്നു. അതിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് ഏതാ നോക്കിക്കേ? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എക്സ്പ്രഷൻ്റെ അകത്തുനിന്ന് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ എടുത്തിട്ട് നമ്മുടെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത് നോക്കിയേ, ബൈ യൂസിംഗ് ദ ഇക്വേഷൻ, അതായത് x = -b ± √b² - 4ac/2a. ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം എല്ലാ സ്ഥലത്തും നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയൽ വേൾഡ് പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലോട്ടാക്കി എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ എങ്ങനെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് ബേസിക്കലി നിങ്ങൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ആ ഫോർമുലാസ് നോക്കാം. x + y². എന്താണ് x + y²? x² + 2xy + y². നമുക്കെല്ലാം അറിയാവുന്നതല്ലേ? അടുത്ത് x - y² എന്ത് വരും? x² - 2xy + y². ഇനി അടുത്ത നോക്കിയേ, x + y × x - y എന്ത് വരും? x² - y². അപ്പം ഇത്രയും ഫോർമുലാസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം അതിൽ യൂസ്ഫുൾ ആവുന്ന ഫോർമുലാസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടന്നാലോ? അതിനു മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചാണ് പെയർ ഓഫ് ഇക്വേഷൻസ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചാണ് വന്നത്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലോട്ട് ആക്കാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. നമുക്ക് ഫോം ദ ഇക്വേഷൻസ്. ഓരോ പ്രോബ്ലവും തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആക്കി എഴുതണം. ആദ്യത്തെ പ്രോബ്ലം നോക്കിയേ. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ ഈസ് 20. അപ്പം നമ്മുടെ ആദ്യത്തെ നമ്പറിനെ നമ്മൾ എന്തെന്ന് എടുക്കണം? x എന്ന് എടുക്കണം. നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്. ഇനി അതിന്റെ സ്ക്വയർ, നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ എന്നാ തന്നിട്ടുള്ളത്. ഇനി നമ്പർ x ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്ത് വരും? x² വരും അല്ലേ? ഓക്കെ, ഇനി അതിന്റെ സം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സം എന്ന് പറയുമ്പോൾ എന്ത് വരും? x + x² ഈസ് ഈക്വൽ ടു 20. ഇതാണ് എന്ത്? നമ്മുടെ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ ഈസ് 20 എന്നുള്ളത് നമ്മൾ എക്സ്പ്രഷനിലോട്ട് എഴുതുമ്പോൾ കിട്ടുന്നതാണ് x + x² ഈസ് ഈക്വൽ ടു 20. ഇനി അടുത്ത് നോക്കിയേ. വെൻ എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് സ്ക്വയർ റിസൾട്ട് 6. അതുപോലെ തന്നെ സിമിലർ ആണ് അല്ലേ? നിങ്ങളും ചെയ്തു നോക്കിയേ. നമ്പർ എന്ത് വരും? നമ്പർ x ആണ്. അതിന്റെ സ്ക്വയർ എന്താണ്? സെയിം അല്ലേ? സെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലത്തെ പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ x² ആണ്. ഇനി നമ്പർ ഈ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയറിൽ നിന്ന് നമ്മുടെ നമ്പറിനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നെന്നാ പറയുന്നത്? 6 കിട്ടുന്നെന്നാ പറയുന്നത്. അതായത് x² - x നമുക്ക് എത്ര കിട്ടണം? 6 കിട്ടണം. ഇനി അടുത്ത നോക്കിയേ. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 10. സം ഓഫ് എ നമ്പർ നമ്മൾ as യൂഷ്വൽ എന്തെന്ന് എടുക്കുന്നു? x എന്ന് എടുക്കുന്നു. ഇനി റെസിപ്രോക്കൽ എന്താണ്? 2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2 ആണല്ലേ? അപ്പം എക്സിന്റെ റെസിപ്രോക്കൽ എന്തെന്ന് വരും? 1/x എന്ന് വരും. ഇനി നോക്കിയാൽ അതിന്റെ സം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്ത് വരും? x + 1/x. അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത്. നമ്മൾ ജസ്റ്റ് വാമപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ അതിനെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലോട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതന്നേ ഉള്ളൂ. ഇനി നമുക്ക് ശരിക്കുള്ള നമ്മുടെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. ഇഫ് 8 × x - 10² ഈസ് ഈക്വൽ ടു 200, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഫോർമുല തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x കണ്ടുപിടിക്കണം. നമുക്ക് അതൊന്ന് എടുത്തെഴുതിയാലോ? 8 × x - 10² ഈസ് ഈക്വൽ ടു എത്ര വരും? 200 വരും. ഇനി നോക്കിക്കേ, നമുക്ക് 8നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാലോ? x - 10² ഈസ് ഈക്വൽ ടു 200/8. എത്ര? 200/8
25. നമുക്ക് എന്ത് കിട്ടി? x minus 10 whole square is equal to 25 എന്ന് കിട്ടി. ഇപ്പൊ നോക്കിക്കേ, x minus 10 whole square is equal to 25 ആണെങ്കിൽ x minus 10 എന്ത് വരും? റൂട്ട് 25 വരും അല്ലെ? 25ന്റെ റൂട്ട് എത്രയാ? 5. അപ്പൊ x minus 10 നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പം x എന്ത് വരും? 10നെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ പ്ലസ് ആവും. 5 plus 10 is equal to 15. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 15 വന്നല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ, ഇതെല്ലാം സിമ്പിൾ ആണ്. ഫൈൻഡ് 2 നമ്പേഴ്സ് whose sum is 11 and product is 30. അപ്പൊ നമ്മൾ എന്തെന്ന് എടുക്കണം? ആസ് യൂഷ്വൽ നമ്മുടെ നമ്പറിനെ എപ്പോഴും നമ്മൾ എന്തെന്നാ എടുക്കാറ്? എക്സ് എന്ന്. ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ത് വരും? ആലോചിച്ച് നോക്കിയേ, നമ്പേഴ്സിന്റെ സം എത്രയാന്ന് തന്നിട്ടുണ്ട്? 11 ആണ് തന്നിട്ടുണ്ടല്ലേ? അപ്പം ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര വരും? 11 മൈനസ് എക്സ്. ആദ്യത്തെ നമ്പർ എക്സ് എന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? സെക്കൻഡ് നമ്പർ 11 മൈനസ് എക്സ് എന്ന് എടുത്ത്. ഇനി നോക്കിയേ, വേറൊരു ഹിന്റും കൂടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ. പ്രൊഡക്റ്റ് 30 ആണ് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സിന്റെയും 11 മൈനസ് എക്സിന്റെയും പ്രൊഡക്റ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ. എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു 11 എത്ര വരും? 11x മൈനസ് അടുത്ത് നോക്കിയേ, എക്സ് ഇൻറ്റു എക്സ് എത്ര വരും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. നമ്മൾ ഈ ഹോൾ ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണേ. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 30 ഈസ് ഈക്വൽ ടു എന്ന് കിട്ടി? 0 എന്ന് കിട്ടി. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കട്ടെ. ഇനി നോക്കിക്കേ, നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? -11. ഇനി കോൺസ്റ്റന്റ് ടൈം എത്രയാണ്? 30 ആണ് അല്ലേ? അപ്പൊ നോക്കിയാൽ നമ്മൾ ഇതിൽ നിന്ന് ഫാക്ടറൈസേഷൻ വഴി ചെയ്യുവാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ്, അതായത് നമ്മുടെ റൂട്ട് എയും ബിയും ആണെങ്കിൽ a പ്ലസ് ബി മൈനസ് 11ഉം എ ബി 30യും വരത്തക്ക രീതിയിൽ നമുക്ക് എന്ത് കിട്ടണം? രണ്ട് നമ്പേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പം ഇവിടുന്ന് നോക്കിക്കേ, a പ്ലസ് ബി മൈനസ് 11 സമ്മ് -11ഉം പ്രൊഡക്റ്റ് 30യും വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? ആലോചിച്ച് നോക്കിയേ, -5ഉം -6ഉം അല്ലേ? -5 പ്ലസ് -6 എന്ത് വരും? -11. -5 ഇൻറ്റു -6 എന്ത് വരും? 30. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാ? -5ഉം -6ഉം. അപ്പൊ നോക്കിക്കേ, x -5 ഇൻറ്റു x -6 എന്ന് നമുക്ക് ആരെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 30നെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാ? x -5 ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഒരു നമ്പർ ആരെ കിട്ടി? 5 എന്ന് കിട്ടി അല്ലേ? അപ്പൊ അടുത്ത ആരാ? 11ൽ നിന്ന് 5 കുറച്ചാലും മതി നമ്മുടെ നമ്പേഴ്സ് കിട്ടാൻ. x -6 ഈക്വൽ ടു 0 ആയതുകൊണ്ട് x എന്ത് വരും? 6 എന്ന് വരും. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാ? 5ഉം 6ഉം ആണല്ലേ? ഇനി നോക്കിക്കേ, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ശരിയാണോ നോക്കിയേ. 5 പ്ലസ് 6 എത്രയാ? സം എത്രയാ? 11 ആണല്ലേ? ഇനി പ്രൊഡക്റ്റ് എത്രയാ? 5 ഇൻറ്റു 6 എത്ര വരും? 30 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. അടുത്ത പ്രോബ്ലം നോക്കി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 3, 5 എക്സെട്ര. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ആരെ കിട്ടും? ഫസ്റ്റ് ടൈമിനെ കിട്ടും. എത്രയാ ഫസ്റ്റ് ടൈം? 1 ആണ് അല്ലെ? ഇനി നോക്കി, നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാന്ന് നോക്കിയേ. 1 to 3 ആണ്. അപ്പൊ 3 മൈനസ് 1 എത്ര വരും? 2 വരും നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം എഴുതിയാലോ. ഇനി ക്വസ്റ്റ്യൻ വായിച്ചാൽ റൈറ്റ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഫോമുല നമുക്കറിയാലോ, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഇനി നോക്കിക്കേ, ഇവിടുന്ന് d എത്രയാണ്? d ആരാണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലെ? കോമൺ ഡിഫറൻസ് എത്ര വരും? 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 വരും. ഇനി നോക്കിയേ, എഫ് ആരെ കിട്ടും? എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം എത്ര വരും? 1 കിട്ടും അല്ലെ? നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്ത് വരും? xn ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 മൈനസ് 2. അവിടെ നമ്മൾ എന്ത് എഴുതാൻ പറ്റും? 2n. 1 മൈനസ് 2 എന്ത് വരും? -1. 2n മൈനസ് 1. അപ്പൊ നമ്മുടെ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ് എന്ത് കിട്ടി? 2n മൈനസ് 1 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ടേം ഇൻ ദ സീക്വൻസ് ഹൂസ് സ്ക്വയർ ഈസ് 361 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതോ ഒരു ടേമിന്റെ സ്ക്വയർ എത്രയാണ് വരേണ്ടത്? 361 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം ആ ടേം എത്രാമത്തെ ടേം ആണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ടേം ഇൻ ദി സീക്വൻസ് ഹൂസ് സ്ക്വയർ ഈസ് 361 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കി, നമ്മുടെ ഓൾജിബ്രായിക് ഫോം എന്താ കിട്ടിയത്? 2n മൈനസ് 1 അല്ലേ? അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതിന്റെ സ്ക്വയർ
അതായത് നമ്മുടെ ടേമിന്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത് 361 എന്ന് പറയുന്നത്. അപ്പൊ 2n - 1 into square is equal to whole square is equal to 361 എന്ന് എഴുതാലോ. ഇനി ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം, സോൾവ് ചെയ്യാം. 2n - 1 എത്ര വരും? റൂട്ട് 361. 361 ആരുടെ സ്ക്വയറാ? 19ന്റെ സ്ക്വയറാ അല്ലെ. അപ്പം 2n - 1 നമുക്ക് എന്ത് കിട്ടി? 19 കിട്ടി. ഇപ്പൊ 2n എന്ത് വരും? 19 + 1 is equal to 20 വരും. അപ്പം n എന്ത് വരും? 20/2 is equal to 10 വരും അല്ലേ. അപ്പം നമ്മുടെ n is equal to 10 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസ് 135ലെ 10ാമത്തെ ടേമിന്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത്? 361 എന്ന് വരുന്നത്. അപ്പൊ ആ പ്രോബ്ലം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എത്രാമത്തെയോ ടേമിന്റെ സ്ക്വയർ 361 ആണെന്ന് തന്നു. അത് എത്രാമത്തെ ടേം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാലോ. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. 3 boxes in which dates of a calendar are given. അപ്പം 3 ബോക്സസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കലണ്ടറിലെ ഡേറ്റ്സ് തന്നിട്ടുണ്ട്. അത് ഓരോന്ന് നമ്മൾ എന്തെന്ന് എഴുതിയിട്ടുണ്ട്? PQR എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇഫ് Q ഈസ് ഈക്വൽ ടു എക്സ്, Q എക്സ് ആണെങ്കിൽ പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഹിന്റ് എന്താണ്? Q എക്സ് ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കലണ്ടറിലെ നമ്പേഴ്സ് എന്ത് നമ്പേഴ്സ് ആണ്? കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പം ഇവിടെ 4 ആണെങ്കിൽ QR എന്ത് വരും? 5ഉം 6ഉം വരണം. ഇനി ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 4ഉം 6ഉം വരണം അല്ലെ. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? Q ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? എക്സ് ആണ് തന്നിട്ടുള്ളത്. Q ഈസ് ഈക്വൽ ടു എക്സ്. പി എന്ത് വരും? x - 1 വരും അല്ലെ. അടുത്ത് നോക്കിക്കേ. R എന്ന് പറയുമ്പോൾ Q കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ. അപ്പം R എന്ത് വരും? x + 1 വരും അല്ലെ. അപ്പൊ നമ്മൾ പിന്റെയും ക്യൂവിന്റെയും നമുക്ക് ആവശ്യമുള്ള എന്ത് കിട്ടി? നമുക്ക് വേണ്ടത് കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്ത ഹിന്റ് എന്താ തന്നിട്ടുള്ളത്? ഇഫ് P × R is equal to 440 ഫൈൻ Q എന്നാ തന്നിട്ടുള്ളത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? അത് ആദ്യം എടുത്തെഴുതാം. P × R എത്രയും തന്നിട്ടുണ്ട്? 440 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ Q ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ നോക്കിക്കേ. P നമുക്ക് ഓൾറെഡി എന്തായിട്ട് കിട്ടി? x - 1 ആയിട്ട് കിട്ടി. R നമുക്ക് എന്താണെന്നറിയാം? x + 1 ആണെന്നറിയാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോർമുല കിട്ടിയല്ലോ. x - 1 × x + 1 എത്ര കിട്ടി? 440 എന്ന് കിട്ടി. ഇനി x - 1 × x + 1 നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ x + y × x - y is equal to x² - y² നമ്മൾ ആദ്യം നോക്കിയില്ലേ? അതേ സംഭവമല്ലേ തന്നിട്ടുള്ളത്? അതെ. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതാൻ പറ്റും? x - 1 × x + 1നെ നമുക്ക് x² - 1² എന്ന് എഴുതാൻ പറ്റും. ബാക്കി എന്താണ്? ഈക്വൽ ടു 440 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിയേ. x², 1² എത്രയാണ്? 1 ആണ് അല്ലെ. 1നെ നമ്മൾ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താവും? 440 + 1 ഈസ് ഈക്വൽ ടു 441 എന്ന് കിട്ടും. x² ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? 441 ആയിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ x എന്ത് കിട്ടും? √441. ആരുടെ സ്ക്വയർ ആണ് 441? 21ന്റെ സ്ക്വയർ ആണല്ലേ. അപ്പം x എത്രയാണ് നമുക്ക് കിട്ടി? 21 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് Q ആണ് കിട്ടിയത്. x നമ്മൾ എന്തിന്റെ വാല്യൂ ആയിട്ടാണ് എടുത്തത്? Qന്റെ വാല്യൂ ആയിട്ടാണ് എടുത്തത്. അപ്പൊ നമ്മുടെ x എന്ത് വരും? അഥവാ Q എന്ത് വരും? 21 വരും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻ P ആൻഡ് R. ഇതിന്റെ ബാക്കിയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് Q നമ്മൾ ഓൾറെഡി 21 എന്ന് കിട്ടി. x നമ്മുടെ 21 എന്ന് കിട്ടി. അങ്ങനെയാണ് Pയും Rഉം കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ അല്ലേ. P എത്രയാണ്? P എത്രയാണെന്നാണ് നമ്മൾ എടുത്തത്? x - 1 ആയിട്ടാണ് നമ്മൾ എടുത്തത്. R എത്രയായിട്ടാണ് നമ്മൾ എടുത്തത്? x + 1 ആയിട്ടാണ് നമ്മൾ എടുത്തത്. x ഓൾറെഡി നമുക്ക് എന്തെന്ന് കിട്ടി? 21 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ P എന്ത് വരും? 21 - 1 is equal to 20. അപ്പം R എന്ത് വരും? 21 + 1 is equal to 22. അപ്പം നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ PQR എന്ന് പറയുന്ന ബോക്സ്, അതില് P എത്രയെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. Q എത്രയെന്ന് കിട്ടി? 21 എന്ന് കിട്ടി. R എത്രയെന്ന് കിട്ടി? 22 എന്ന് കിട്ടി. അപ്പം അതായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുള്ള PQR എന്ന് പറയുന്നത്. 3 ബോക്സിലെ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പം ഇതിൽ നിന്നൊക്കെ ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ തന്നിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലംസ് ചെയ്യുന്ന ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടന്നാലോ. 2 കോഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ കോഡ്സ്? AB യും CD യും തന്നിട്ടുണ്ട്.
two chords AB and CD meet at a point P. ഈ രണ്ട് കോഡ്സ് എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? പി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹിന്റ് തന്നിട്ടുണ്ട്. സി ഡി ഇസ് ഈക്വൽ ടു 23 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. സി ഡിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? 23 സെന്റിമീറ്റർ. പി സി എത്രയാണ്? 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പി സിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, ടോട്ടൽ സി ഡിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ. വാട്ട് ഈസ് പി ഡി? പി ഡി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. സി ഡിയുടെ ലെങ്ത് അറിയാം, പി സിയുടെ ലെങ്ത് അറിയാം. അപ്പൊ സി ഡി എന്ത് വരും? നമുക്ക് എഴുതാം. തന്നിട്ടുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. സി ഡി എത്രയായിരുന്നു? 23 സെന്റിമീറ്റർ. ഇനി നമ്മുടെ പി സി എത്രയായിരുന്നു? 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ഡി എന്ത് വരും? സി ഡി മൈനസ് പി സി അല്ലേ? അതായത് 23 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പൊ 15 സെന്റിമീറ്റർ ആണ് ആരുടെ ലെങ്ത്? നമ്മുടെ പി ഡിയുടെ ലെങ്ത്. അതിന്റെ ബി പാർട്ട് നോക്കിയേ. ഇഫ് പി എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആൻഡ് പി ബി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. നമ്മുടെ ഫിഗറിൽ നോക്കിക്കേ. പി എ എത്രയും തന്നിട്ടുണ്ട്? എക്സ് പ്ലസ് 1 ആണെന്നും പി ബി എക്സ് മൈനസ് 1 ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് എക്സ്. എക്സ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പം അതിനു മുമ്പ് നോക്കിയേ, നമ്മുടെ ഒരു സർക്കിളില് രണ്ട് കോഡ് തന്നിട്ടുണ്ട്. ആ രണ്ട് കോഡ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് നമ്മൾ തിയറത്തിൽ പഠിക്കുന്നുണ്ട്. ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ടു കോഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ ഇതിനു മുമ്പ്. അതായത് ഈ പ്രൊഡക്റ്റ് രണ്ട് പി എ ഇൻറ്റു പി ബി ആയിട്ട് രണ്ട് സെഗ്മെന്റ്സ് ആയിട്ട് ഈ കോഡ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം അതിന്റെയും പി സിയും പി ഡിയും ആയിട്ട് സി ഡി എന്ന് പറയുന്ന കോഡും ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ. ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം. ഇന്ന് നോക്കിക്കേ, നമ്മുടെ പി എ എത്ര വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു പി ബി എത്ര വരും? എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു പി സി എത്രയാണ്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 8 ഇൻറ്റു പി ഡി എത്രയാണ്? 15 ആണല്ലേ. ഇനി നോക്കിക്കേ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ത് വരും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇനി 8 ഇൻറ്റു 15 എത്ര വരും? അപ്പം ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വരും. ഇനി 8 ഇൻറ്റു 15 എത്ര വരും? 120 വരും അല്ലേ. ഇനി നോക്കിക്കേ, എക്സ് സ്ക്വയർ, ഈ 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 120 പ്ലസ് 1 121. നമുക്ക് എക്സ് സ്ക്വയർ ആണ് എന്തെന്ന് കിട്ടിയത്? 121 കിട്ടിയത്. അപ്പൊ എക്സ് എന്ത് വരും? റൂട്ട് ഓഫ് 121. 121ന്റെ സ്ക്വയർ എത്രയാണ് നമുക്കറിയാം? 11 ആണെന്നറിയാം അല്ലേ. നമുക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സി പാർട്ട് നോക്കിക്കേ. ഫൈൻഡ് ദ ലെങ്ത് പി എ ആൻഡ് പി ബി. പി എയും പി ബിയും നമ്മൾ ഓൾറെഡി എന്തെന്ന് എടുത്തിട്ടുണ്ട്? പി എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണെന്നും പി ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ആണെന്നും ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് എന്തെന്ന് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടി. പി എ എന്തായിരുന്നു? എക്സ് പ്ലസ് 1 ആയിരുന്നു. അത് എത്ര വരും? 11 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 12 വരും. 12 സെന്റിമീറ്റർ വരും. ഇനി പി ബി എന്തെന്ന് വരും? പി ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ആയിരുന്നു എടുത്തത്. അതായത് നമ്മുടെ 11 മൈനസ് 1 ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. പി ബി എന്തെന്നും കിട്ടി? 10 സെന്റിമീറ്റർ എന്നും കിട്ടി. അപ്പൊ നമ്മുടെ എല്ലാ വാല്യൂസും ആയല്ലോ. പി എയുടെയും പി ബിയുടെയും ലെങ്ത് കണ്ടുപിടിച്ചു. അപ്പൊ രണ്ട് കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ടു കോഡ്സ് ആർ ഈക്വൽ. ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ എന്ത് സോൾവ് ചെയ്തത്? പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് നോക്കിയേ. സം ഓഫ് ദി ഏരിയാസ് ഓഫ് ടു സ്ക്വയർ പാർക്ക് ഈസ് 120. രണ്ട് പാർക്കിൽ സ്ക്വയർ പാർക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഫിഗർ നോക്കണ്ട. ഫിഗർ സ്ക്വയർ റെക്ടാംഗിൾ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. രണ്ട് സ്ക്വയർ പാർക്കുകളുടെ ഏരിയ എത്രയും തന്നിട്ടുണ്ട്? 120 ആണെന്ന് തന്നിട്ടുണ്ട്. സൈഡ് ഓഫ് വൺ സ്ക്വയർ ഈസ് 2 മോർ ദാൻ ദ സൈഡ് ഓഫ് അതർ സ്ക്വയർ. വേറൊരു ഹിന്റും കൂടെ ഉണ്ടല്ലോ. എന്താണ്? ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് വേറൊരു സ്ക്വയറിന്റെ സൈഡിനേക്കാളും 2 മീറ്റർ അല്ലെങ്കിൽ 2 യൂണിറ്റ് അധികമാണ്. എന്ത് നമുക്ക് ചെയ്യാനുണ്ട്? ഫോം ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് ദ കണ്ടീഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രണ്ട് സ്ക്വയർ പാർക്കുകൾ ഉണ്ട്. ആ സ്ക്വയർ പാർക്കുകളുടെ ഏരിയകളുടെ സം എത്ര വരും? 120 വരും. അതിൽ ഒരു പാർക്കിന്റെ സൈഡ് എന്ന് പറയുന്നത് മറ്റൊരു പാർക്കിന്റെ സൈഡിന്റെ സ്ക്വയറിനേക്കാളും 2 അധികമാണ് ഉണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് മാത്തമാറ്റിക്കൽ ലാംഗ്വേജിലോട്ട് എഴുതിയാലോ. അപ്പൊ എന്ത് വരും? സൈഡ് ഓഫ് സ്മോൾ സ്ക്വയറിന്റെ സൈഡിനെ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എന്തെന്ന് എടുക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ക്വയറിന്റെ സൈഡ് മറ്റൊരു സ്ക്വയറിന്റെ സൈഡിനേക്കാളും 2 അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡ് ഓഫ് അനദർ സ്ക്വയർ എത്ര വരും? എക്സ് പ്ലസ് 2 വരും അല്ലേ.
ഇനി എന്താ തന്നിട്ടുള്ളത്? അതിന്റെ ഏരിയകളുടെ സമ്മാണ് തന്നിട്ടുള്ളത്. അപ്പം ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? എക്സ് ഇൻറ്റു എക്സ്. എത്രയത്? എക്സ് സ്ക്വയർ വരും അല്ലേ? രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു. അത് എത്രയാ? എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ. ഇനി അവരുടെ സമ്മാണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 120 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ എത്രയാ? രണ്ടാമത്തെ ഏരിയ എത്ര? എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും? 120 എന്ന് എഴുതാൻ പറ്റും. ഇനി എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഫോമിലാണ് ഉള്ളത്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 എന്ത് വരും? 4x പ്ലസ് 2 സ്ക്വയർ എത്ര വരും? 4 മൈനസ് 120 ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് വന്നു? ഇവിടെ തന്നെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ വന്നു. പ്ലസ് 4xന് 4x തന്നെ എഴുതി. ഇനി 4 മൈനസ് 120 എത്ര വരും? മൈനസ് 116 വരും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 116 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതല്ലായിരുന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ? ഫോം ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 116 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. ദ ഹൈപ്പോട്ടേനിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈസ് 1 ലെസ് ദാൻ ട്വൈസ് ഇറ്റ്സ് സ്മോൾ സൈഡ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത് അതിന്റെ സ്മോൾ സൈഡിനേക്കാളും 1 ലെസ് ദാൻ ഇറ്റ്സ് ട്വൈസ് ആണെന്ന്. സ്മോൾ സൈഡിന്റെ ട്വൈസിന്റെ ക്കാളും ഒന്ന് കുറവാണെന്ന്. ഓക്കെ, തേർഡ് സൈഡ് ഈസ് 1 മോർ ദാൻ സ്മോൾ സൈഡ്. സ്മോൾ സൈഡിനേക്കാളും ഒന്ന് കൂടുതലാണ് എന്ത്? തേർഡ് സൈഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ സ്മോൾ സൈഡ് ഈസ് എക്സ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ ടു സൈഡ്സ്? ഓക്കെ, നമുക്കപ്പം സ്മോൾ സൈഡിനെ എന്തെന്ന് എഴുതാൻ പറ്റും? എക്സ് എന്ന് എഴുതാൻ പറ്റും. സ്മോൾ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഹൈപ്പോട്ടേനിയസ് എന്താന്ന് തന്നിട്ടുണ്ട്? സ്മോൾ സൈഡിന്റെ ട്വൈസിനേക്കാളും 1 കുറവാന്ന് തന്നിട്ടുണ്ട്. അപ്പം ഹൈപ്പോട്ടേനിയസ് എന്തെന്ന് എഴുതാൻ പറ്റും? ഹൈപ്പോട്ടേനിയസ് ഈസ് ഈക്വൽ ടു സ്മോൾ സൈഡിന്റെ ട്വൈസ് എത്ര വരും? 2x. അതിനേക്കാളും ഒന്ന് കുറവെന്ന് പറയുമ്പോൾ 2x മൈനസ് 1 വരും. ഇനി നോക്കിക്കേ, തേർഡ് സൈഡ് എന്ന് പറയുന്നത് എന്ത് വരും? തേർഡ് സൈഡ് ഈസ് ഈക്വൽ ടു 1 മോർ ദാൻ ദ സ്മോൾ സൈഡ്. സ്മോൾ സൈഡ് എക്സ് ആണെങ്കിൽ 1 മോർ ദാൻ ദ സ്മോൾ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് പ്ലസ് 1 വരും അല്ലേ? അതാണ് നമ്മുടെ തേർഡ് സൈഡ്. ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഓരോന്നിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്മോൾ സൈഡ് എക്സ് എന്ന് എടുത്തു. ഹൈപ്പോട്ടേനിയസ് എത്ര വന്നു? 2x മൈനസ് 1 വന്നു. തേർഡ് സൈഡ് എത്ര വന്നു? എക്സ് പ്ലസ് 1 വന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ബാക്കി എന്നാ നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യണമല്ലോ. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യനിലുള്ള ഹിന്റ്? ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പൈതഗോറൻ തിയറം വെച്ച് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ബേസിന്റെ സ്ക്വയറും അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ ആരുടെ സ്ക്വയർ കിട്ടണം? ഹൈപ്പോട്ടേനിയസിന്റെ സ്ക്വയർ കിട്ടണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ബേസ് സ്മോൾ സൈഡ് എത്രയാണെന്ന് നമ്മൾ എടുത്തത്? എക്സ് എന്ന് എടുത്തല്ലേ? അപ്പം എക്സിന്റെ സ്ക്വയർ പ്ലസ് നമ്മുടെ തേർഡ് സൈഡ് എത്രയാണെന്നാ വന്നിട്ടുള്ളത്? എക്സ് പ്ലസ് 1 എന്നല്ലായിരുന്നു എടുത്തത്. അപ്പൊ എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആരുടെ സ്ക്വയർ എന്ന് കിട്ടും? ഹൈപ്പോട്ടേനിയസ് 2x മൈനസ് 1 എന്നല്ലേ എടുത്തത്? അപ്പൊ 2x മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഏത് ഫോമുല കിടക്കുന്നത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഫോമുല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എക്സ്പാൻഡ് ചെയ്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താലോ? 2 സ്ക്വയർ എക്സ് സ്ക്വയർ, അതായത് 4x സ്ക്വയർ വരും. ഇത് ഏത് ഫോമില കിടക്കുന്നത്? എക്സ് മൈനസ് വൈ ഫോമിലാണ് കിടക്കുന്നത്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ നമുക്ക് അറിയാവുന്നതല്ലേ? ഇവിടെ 4x സ്ക്വയർ വന്നു. അടുത്ത് എന്ത് വരും? 4x വരും. മൈനസ് 1 സ്ക്വയർ എത്ര വരും? പ്ലസ് 1 വരും അല്ലേ? ഇവിടെ നോക്കിക്കേ, 2x സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താ? 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് വരും. ഇനി നോക്കിക്കേ, 2x സ്ക്വയറിനെ അങ്ങോട്ട് എടുത്താൽ എത്ര വരും? 4x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ 2x സ്ക്വയർ വരും അല്ലേ? ഇനി 2xനെ നമ്മൾ അങ്ങോട്ട് എടുത്ത് എന്ത് വരും? മൈനസ് 4x മൈനസ് 2x വരും. അത് എത്രയാ? മൈനസ് 6x. ഇനി 1നെ അങ്ങോട്ട് എടുത്താൽ എന്താ? അത് ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x സ്ക്വയർ മൈനസ് 6x ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഫോമില് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2x ഒന്ന് കോമൺ എടുത്ത് നോക്കിക്കേ. 2x കോമൺ എടുത്താൽ എന്ത് വരും? ഇവിടെ x വരും. ലെഫ്റ്റ് ചെയ്ത് ബാക്കി എന്ത് വരും? ബാക്കി 3 വരും അല്ലേ?
അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കിക്കേ, എന്ത് വരും? 2x ഇൻറ്റു എക്സ് 2x² വരും, മൈനസ് 2x ഇൻറ്റു 3 എത്ര വരും? മൈനസ് 6x വരും അല്ലേ? ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എയ്തർ 2x ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി 2x ഈക്വൽ ടു 0 എന്ന് വന്നാൽ എക്സ് എത്ര വരുള്ളൂ? എക്സ് ഈക്വൽ ടു 0 വരുള്ളൂ. നമ്മുടെ ഒരു ട്രയാങ്കിളിന്റെ ലെങ്ത് എപ്പോഴെങ്കിലും 0 ആവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതായത് നമ്മുടെ സ്മോൾ സൈഡ് എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയാന്ന് പറഞ്ഞേ? എക്സ് പ്ലസ് 1 ആയിരുന്നല്ലേ പറഞ്ഞേ? 3 പ്ലസ് 1 എത്ര വരും? 4 വരും. ഇനി ഇത് എത്രയാ പറഞ്ഞേ? 2x മൈനസ് 1 ആ പറഞ്ഞത്. അതായത് 2 ഇൻറ്റു 3 6 മൈനസ് 1 എത്ര വരും? 5 വരും അല്ലേ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? കാരണം എന്താ? 3² പ്ലസ് 4² ഈസ് ഈക്വൽ ടു 5² അല്ലേ വരുള്ളൂ? നമുക്കറിയാവുന്നതാണല്ലോ 9 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 25 അല്ലേ? അതെ. അപ്പൊ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോയാലോ? അടുത്ത ഈ ഒരു പ്രോബ്ലത്തോടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്കൊരു റിയൽ വേൾഡ് സെനേറിയോ തന്നാൽ അതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ സോൾവിങ് ഇക്വേഷൻസും ഒന്നും അധികം കടക്കാത്തത്, നിങ്ങൾക്ക് അതിനുള്ള സെക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമാണ്. അതായത് സെക്കൻഡ് ഡിഗ്രിയിലോട്ട് നിങ്ങൾ എങ്ങനെ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിലും സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. നോക്കിക്കേ, എങ്ങനെയൊക്കെ എടുക്കണം, എങ്ങനെ എക്സിനെ എടുക്കണം, എങ്ങനെ ആ ഹിന്റിൽ നിന്ന് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാകട്ടോ അതിന്റെ ഇത്. അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് ഉപകാരമാണ്. പ്രാക്ടീസ് ആയിട്ട് വരും. നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹിന്റ് കിട്ടും. എന്ത് എടുക്കണം, എവിടെ എടുക്കണം എന്നുള്ളൊരു ഹിന്റ് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, എന്താ തന്നിട്ടുള്ളത്? അത് ശ്രദ്ധിക്കണം. 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഈവൻ നമ്പേഴ്സ് അടുത്തടുത്തുള്ള ഒരു നമ്പറിനെ നമ്മൾ എന്തെന്നെടുത്താൽ എക്സ് എന്നെടുത്താൽ അടുത്തതിനെ നമ്മൾ എന്തെന്നെടുക്കണം? എക്സ് പ്ലസ് 2 എന്നെടുക്കണം. ഈവൻ നമ്പേഴ്സ് എല്ലാം 2 വിട്ടുവിട്ടല്ലേ വരുന്നത്? 2, 4, 6, 8 എന്നല്ലേ വരുന്നത്? അപ്പം 2 കൂട്ടിയിട്ട് വേണം ഒരു നമ്പർ എടുക്കാൻ. ഈസ് 120 തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ നമ്പേഴ്സ്, അത്രയും നമുക്ക് ക്ലൂ ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നമ്പറിനെ എന്തെന്നെടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്. ഇനി അടുത്ത ഈവൻ നമ്പർ എന്തായിട്ട് വരും? ഇത് ഫസ്റ്റ് നമ്പർ ആയിട്ട് എടുത്താൽ സെക്കൻഡ് നമ്പർ എത്ര വരും? സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 വരും അല്ലേ? എക്സ് പ്ലസ് 2 വന്നു. പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എത്ര വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എത്രയാന്ന് തന്നിട്ടുണ്ട്? 120 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കി നമുക്കിതിനെ സോൾവ് ചെയ്യാം. x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു 120 ആണെന്ന് കിട്ടും. ഇനി ആ 120നെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറൊരു മെത്തേഡിൽ സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഫാക്ടറൈസേഷൻ ഉള്ള മെത്തേഡ് ചെയ്തു. ഇനി ഇക്വേഷൻസ് യൂസ് ചെയ്തുള്ള മെത്തേഡ് നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ? അപ്പൊ അങ്ങനെ ഇത് ചെയ്യാം അല്ലേ? x² പ്ലസ് 2x. ഇനി എന്താണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഓരോ ടൈംസ് വെച്ച് ആഡ് ചെയ്യണം കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ. ഇവിടെ എന്താ ആഡ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ നോക്കുക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? 2 ആണ് അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. 2ന്റെ ഹാഫിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. 2ന്റെ ഹാഫ് എത്രയാണ്? 2ന്റെ ഹാഫ് എത്രയാ? 1 അല്ലേ? 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 1 സ്ക്വയർ. അതായത് 1 എവിടെയും ആഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻസിനെ എങ്ങനെ കിട്ടും? x² പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 121 എന്ന് വരും. ഇനി x² പ്ലസ് 2x പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? അതിന്റെ എക്സ്പാൻഷൻ അല്ലേ കാണുന്ന x² പ്ലസ് 2x പ്ലസ് 1. ഗുണിച്ചു നോക്കിക്കേ, x ഇൻറ്റു x സ്ക്വയർ 2x പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 121 എന്ന് നമുക്ക് കിട്ടി. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 121 എന്ന് കിട്ടിയാൽ എക്സ് പ്ലസ് 1 എത്ര വരും? റൂട്ട് ഓഫ് 121. റൂട്ട് 121ന്റെ എത്രയാ? 11 ആണെന്ന് അറിയാം അല്ലേ? 121ന്റെ സ്ക്വയർ റൂട്ട് 11 ആണ്. അപ്പം എക്സ് പ്ലസ് 1 നമുക്ക് എത്രയെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും? 11 മൈനസ് 1 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, നമുക്കപ്പം നമ്മുടെ നമ്പർ എത്രയെന്ന് കിട്ടി?
10 എന്ന് കിട്ടി. ഒരു നമ്പറാണ് 10 എന്ന് കിട്ടിയത്. അപ്പൊ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ എത്രയായിരിക്കും? x+2 ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതായത് 10+2 എത്ര വരും? 12 വരും അല്ലേ? അപ്പൊ 10ന്റെയും 12ന്റെയും ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അവരുടെ പ്രോഡക്റ്റ് എത്രയാണ് വരുന്നത്? 120 അല്ലേ? 10 × 12 = 120. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസർ വെച്ചിട്ട് നമ്മുടെ ഹിന്റും വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടി? 10 എന്നും 12 എന്നും കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും ആൻസറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ത് ചെയ്യുക? നിങ്ങളെന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒന്നുകൂടി ചെയ്ത് നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കുക. 10 × 12 എത്രയാ? 120 ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അപ്പൊ നമ്മൾ ഇത്രയാണ് ഈ സെക്ഷനിൽ പ്രോബ്ലംസ് നോക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ സെക്ഷനിൽ പഠിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പഠിച്ചല്ലേ? ഇപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി 2 വരുന്ന ഇക്വേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഹൗ ടു ജനറേറ്റ് ഇക്വേഷൻസ് ഫ്രം ഗിവൺ പ്രോബ്ലംസ്, നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇക്വേഷൻസിനെ ജനറേറ്റ് ചെയ്തെടുക്കാന്ന് പഠിച്ചല്ലേ? ഇനി ഡിഫറെന്റ് മെത്തേഡ് ടു സോൾവ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഫാക്ടറൈസേഷൻ ഉണ്ട്. എന്തൊക്കെ മെത്തേഡ് പഠിച്ചു? ഫാക്ടറൈസേഷൻ ഉണ്ട്, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉണ്ട്, ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ വഴിയെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഫാക്ടറൈസേഷൻ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനിയുള്ള വരും സെക്ഷനിൽ നിങ്ങൾ ബാക്കിയും കൂടെ പഠിക്കും. അപ്പം ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു സെക്ഷനിൽ കാണാം. Manorama Horizon. Learning made simple.